ഇതൊരു കേരള സ്റ്റോറിയാണ്. മനുഷ്യന് മനുഷ്യനും തമ്മിലുള്ള കഥ. അല്ലാതെ മനുഷ്യർ തമ്മിൽ തമ്മിൽ വാളെടുക്കുന്ന കഥയല്ല. ഒരു അതിജീവനത്തിന്റെ കഥ. കേരളത്തിലെ പച്ചപ്പാർന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ രാധയും രാജേഷും തങ്ങളുടെ ആദ്യ കൺമണിയെ വരവേറ്റത് 1000 സ്വപ്നങ്ങളുമായാണ്. എന്നാൽ വിധി അവർക്കായി കരുതി വെച്ചത് അഗ്നിപരീക്ഷയായിരുന്നു. വെറും 15 ദിവസം മാത്രം പ്രായമുള്ള അമൃതയുടെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആ മാതാപിതാക്കളുടെ ലോകം ഇരുളടഞ്ഞു. ദൗത്യം തുടങ്ങുന്നു. പ്രാദേശിക ആശുപത്രിയിലെ ഡോക്ടറുടെ വാക്കുകൾ ഒരു ഇടിത്തീ പോലെയായിരുന്നു. ഹൃദയത്തിന് ഗുരുതരമായ തകരാറുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ വേണം. കേരളത്തിലെ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ഉടൻ എത്തിക്കണം. സമയം അവർക്ക് ശത്രുവായി മാറി. ഓരോ സെക്കൻഡും വിലപ്പെട്ടതായിരുന്നു. അന്ന് രാത്രി ആംബുലൻസിന്റെ സൈറൺ മുഴങ്ങിയപ്പോൾ അത് വെറുമൊരു വാഹനമായിരുന്നില്ല. അത് ഒരു നാടിന്റെ പ്രാർത്ഥനയായിരുന്നു. മനുഷ്യത്വം കൈകോർത്തപ്പോൾ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ആ വാർത്ത ഏറ്റെടുത്തു. 15 ദിവസം പ്രായമുള്ള കുഞ്ഞുമായി ആംബുലൻസ് വരുന്നു. വഴിയൊരുക്കുക. പോലീസ് സേന. ട്രാഫിക് സിഗ്നലുകൾ പച്ചയായി മാറി. പോലീസ് ജീപ്പുകൾ പൈലറ്റായി മുന്നിൽ കുതിച്ചു. സാധാരണക്കാർ. തിരക്കുള്ള കവലകളിൽ ആളുകൾ സ്വയം സന്നദ്ധരായി റോഡിന് വശങ്ങളിലേക്ക് മാറി നിന്നു. പ്രതിബന്ധങ്ങൾ. കനത്ത മഴയും റോഡിലെ കുഴികളും തടസ്സമായപ്പോൾ എവിടെ നിന്നില്ലാതെ ഓടിയെത്തിയ നാട്ടുകാർ ആംബുലൻസിന് വഴിയൊരുക്കി. അവർക്ക് അമൃതയെ അറിയില്ലായിരുന്നു. പക്ഷെ ആ നിമിഷം അവൾ കേരളത്തിന്റെ കുഞ്ഞായി മാറി. പുതിയ പുലരി മണിക്കൂറുകൾ നീണ്ട ആ ശ്വാസം പിടിച്ച യാത്രക്കൊടുവിൽ തിരുവനന്തപുരം ആശുപത്രിയിൽ അവരെത്തി. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഡോക്ടർ പുറത്തുവന്ന് പറഞ്ഞു, ഓപ്പറേഷൻ വിജയിച്ചു, കുഞ്ഞ് സുരക്ഷിതയാണ്. രാധയുടെയും രാജേഷിന്റെയും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അത് വെറുമൊരു ശസ്ത്രക്രിയയുടെ വിജയമായിരുന്നില്ല, മറിച്ച് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മനുഷ്യൻ ഒന്നിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതമായിരുന്നു. സന്ദേശം: മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുമ്പോഴാണ് ലോകം ഏറ്റവും മനോഹരമാകുന്നത്. ജീവനേക്കാൾ വലിയ സമ്പാദ്യം മറ്റൊന്നുമില്ല.